കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. അതായത് ഓരോ മാസവും മദ്യവിൽപ്പന കൂടിക്കൊണ്ടേയിരിക്കുന്നു. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായിരിക്കും. LDF വരും, എല്ലാം ശരിയാകും. അതൊരു ഇലക്ഷൻ പരസ്യമാണ്, ശരി. പക്ഷേ KPSC ലളിതയും ഇന്നസെന്റും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സർക്കാരിന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പായും ചോദിച്ചേനെ, ഇത്രയും വലിയ കല്ലുവെച്ച നുണകൾ, ആനക്കള്ളങ്ങൾ സഖാക്കളെ ഞങ്ങളെ കൊണ്ട് പറയിച്ച് എന്തിനാണ്? അത് ബാധകമല്ലേ? ബാറുകളുടെ സമയം കൂട്ടിയിട്ടില്ലെന്നും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാധകമാക്കിയതാണെന്നും നേരത്തെ ഒയാസിസ് കള്ള് കമ്പനിയുടെ PRO പോലെ മഴക്കുഴി എണ്ണാൻ പോയ കോമ്രേഡ് MP രാജേഷ് പറയുന്നുണ്ട്. അത് മൂർത്തം അമൂർത്തം എന്ന് MP ഗോവിന്ദൻ ഫോർമാറ്റിൽ ഐവാഷാണ് വിട്ടുകളഞ്ഞേക്ക്. ആ സമയം നീട്ടിത്തരണേ തമ്പ്രാക്കളെ എന്ന മദ്യമുതലാളിമാരുടെ ദയനീയമായ അഭ്യർത്ഥനയിൽ ഒരു ചാരിറ്റി എന്ന മട്ടിൽ ആദ്യ മാസം 29-ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഫയലെത്തൽ, 31-ന് തീർപ്പാക്കൽ. ആ പേപ്പർ നീക്കത്തിന് പ്രകാശവേഗമാണ്. ബാറുകളുടെ സമയം 2 മണിക്കൂർ നീട്ടിയപ്പോൾ മാത്രമാണോ മാനിഫെസ്റ്റോയിൽ തള്ളിവെച്ച വെറും വാക്കളുടെ അട്ടിമറി വഞ്ചന? ആദ്യ പിണറായി സർക്കാർ വരുമ്പോൾ ബാറുകളുടെ എണ്ണം 29-എങ്കിൽ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ 3000% വർധനവാണ്. എണ്ണം 884. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകൾ എന്നൊക്കെയുള്ള ഗീർവാണത്തിൽ വന്നവർ അണക്കെട്ട് തുറന്ന് കള്ളൊഴുക്കണ്ട മദ്യവർജനം എന്ന വാക്ക് അപമാന ഭാരത്താൽ ഓടിത്തള്ളി ആഴക്കടൽ സമാധി എന്നാണ് കേൾവി. ഒന്നും പോരാഞ്ഞ് സർക്കാർ വക ബ്രാൻഡിക്ക് നൂലുകെട്ടും ചോറൂണും പേര് വിളിക്കൽ പാരിതോഷികം. ആ ഖജാനയിലേക്ക് ഒഴുകിയെത്തുന്ന ശതകോടികൾ മുഖ്യമന്ത്രി പെണ്ണുങ്ങളുടെ കണ്ണീരിൽ, കുഞ്ഞുങ്ങളുടെ ട്രോമയിൽ, കോഞ്ഞാട്ട കുടുംബങ്ങളുടെ ചോരപ്പണമാണ് ഇലക്ഷൻ ഡീൽ എന്ന് പറയുന്നത് KCBC ആണെങ്കിൽ അളവില്ലാത്ത കോടികളിൽ ആരാന്റെ പണം വാങ്ങുവോ ഇലക്ഷന് കൊടുക്കുകയോ ചെയ്യുക ആർക്ക് ചെയ്താം. പക്ഷേ എന്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ നികുതി പണം 1-2 അല്ല 20 കോടി മാറ്റിയ നവകേരള PR മതിയാക്കാം. പെട്ടിയും പടുക്കയും എടുത്ത് അട്ടത്ത് വെക്കുന്ന ഇന്നലെയാണ് കോടതി വകയ മൂർധാവിലടി. കോടികൾ വാരിത്തൂറ്റുന്ന ഈ പ്രൊപ്പഗണ്ട പണിയുടെ 1000-1 വേണോ? കൊള്ളാവുന്നൊരു ജോലി കിട്ടി നാളെ ഫ്ലൈറ്റ് എടുത്ത് പോകാനിരുന്ന യുവാവ് ഇന്ന് കല്ലറയ്ക്കുള്ളിൽ അന്ത്യനിദ്രയാണ്. നാട്ടുകാർ വാവിട്ട് പറഞ്ഞിട്ടും വാവിളർന്നു കിടന്ന ആ വാരിക്കുഴിയിൽ മുഖമടച്ചുകൊണ്ട് 27-കാരൻ ദാരുണമായി മരിച്ചുപോയതല്ല. ഈ പരാജയ സിസ്റ്റത്തിന്റെ അറുകൊല സംവിധാന പിഴകൾ പുട്ടിയടിക്കാൻ കള്ള PR കൂട്ടങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ലോകത്ത് സഹോദര യാത്രാമൊഴികൾ, നിത്യശാന്തി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല, ഒരു ഫോൺ പോലും. അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ശ്രീ VP മുസ്തഫ, ശ്രീ VR അനൂപ്, ശ്രീ പ്രസാദ് കുരുവിള, ശ്രീ CR നീലാണ് ഇന്ന് ചർച്ചയിൽ. ശ്രീ VP മുസ്തഫ, അടച്ച ബാറുകൾ തുറക്കുമോ എന്ന് ഇലക്ഷന് മുൻപ് സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ യെച്ചൂരി ഒരു സംശയമില്ലാതെ ഇല്ല എന്ന് തന്നെ പറഞ്ഞതാണ്. അധികാരത്തിലെത്തി അധിക നാളാവും മുമ്പ് തന്നെ അടച്ച ബാറുകളൊക്കെ തുറന്നു, പിന്നെയും തുറന്നു. ടോഡി ഷോപ്പൊന്നും അതുവിധമൊന്നും പറഞ്ഞ് ആ വഴിക്ക് വേറെ. അഹല്യയിൽ ഒയാസിസിന് വേണ്ടി മന്ത്രിവക മഴക്കുഴി എണ്ണൽ, പുത്തം ബ്രാൻഡി ഇറക്കൽ. ശരി, MP ഗോവിന്ദൻ പറയുന്നത് പോലെ മൂർത്തമായ കാലത്തെ മൂർത്തമായ തീരുമാനങ്ങളാണെങ്കിൽ ഈ മദ്യവർജനം എന്ന കള്ളം ഇനിയും പറയണോ? ശ്രീ മുസ്തഫ. ഈ കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേൾക്കാം മുസ്തഫ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശരിയാക്കി തരാം മുസ്തഫ, കേൾക്കാം, പറഞ്ഞു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകൾ അല്ലെങ്കിൽ 39 ബാറുകൾ വളരെ കുറഞ്ഞേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ 884 എന്നൊക്കെയുള്ള കണക്കുകൾ പറയുന്നത് കേട്ടാൽ ഈ 2011-16 കാലയളവിൽ കേരളത്തിൽ ബാറുകളേ ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ തോന്നുക. ഇനി അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ UDF ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള മദ്യനിരോധന പരിശ്രമത്തിൻ്റെ ഭാഗമായി ബാറുകളെല്ലാം അടച്ചുപൂട്ടി. പക്ഷേ ഇതാ LDF വന്ന ശേഷം എല്ലാം വീണ്ടും തുറന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം സൃഷ്ടിക്കാനാണല്ലോ ഇടയായിത്തീരുക. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? 2011 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എത്ര ബാറുകൾ ഉണ്ടായിരുന്നു? അതിൻ്റെ കണക്ക് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഹാഷ്മി പറയട്ടെ, അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ അവരും പറയട്ടെ. എങ്ങനെയാണ് അത് 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലത്താവുമ്പോൾ അടച്ചുപൂട്ടാൻ ഇടയായത്?
അത് മദ്യനിരോധന പരിശ്രമത്തിൻ്റെ UDFന്റെ അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ, കേരളത്തിലെ ആളുകളുടെ മദ്യപാനം കുറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അടപ്പിച്ചതാണോ, എങ്ങനെയാണ് അന്ന് ഈ ബാറുകളുടെ എണ്ണം കുറഞ്ഞതും ബാറുകൾ അടച്ചിടാനിടയായതും എന്നുള്ളത് ഹാഷ്മിയും വിശദീകരിക്കുക, UDFന്റെ പ്രതിനിധിക്കും വിശദീകരിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കേരളത്തിൽ ഇല്ലാതിരുന്ന ബാറുകൾ എന്തോ പുതുതായിട്ട് ഈ 10 വർഷം കൊണ്ടുണ്ടായി, അങ്ങനെ ഒരു വ്യവസായം കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങി എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് ശരിയല്ല. ഇനി ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, എല്ലാ കാലത്തും പറയുന്നുണ്ട്, ഈ 10 വർഷമൊന്നുമല്ല. മദ്യനിരോധനം ഫലപ്രദമല്ല. ഗുജറാത്ത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ലോകത്ത് പലയിടത്തും ഹാഷ്മിക്ക് ഉൾപ്പെടെ അറിയാമല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ രാജ്യങ്ങളിൽ പോലും മദ്യം സുലഭമായിട്ട് ലഭിക്കും. അവിടെ എത്തിയ മലയാളികൾ പോലും മദ്യക്കച്ചവടം നടത്തുന്നുണ്ടെന്നും മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നും നമുക്കറിയാമല്ലോ, ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അത് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താ? ബിവറേജ് കോർപ്പറേഷനാണ് കേരളത്തിൽ മദ്യം വിൽക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവിധാനം. 2011-16 UDF ഭരണകാലത്ത് 1706 ലക്ഷം കേസ് മദ്യമാണ് കേരളത്തിൽ വിറ്റുപോയത്. കേസ് കണക്ക് നമുക്ക് പിന്നെ പറയാം. ആ കേസ് എനിക്ക് പറയാം. ശ്രീ മുസ്തഫ, മദ്യവർജനമാണ് സർക്കാർ നയം എന്നങ്ങ് ഇപ്പോഴും വെറുതെ ആവർത്തിക്കലാണ് കേട്ടോ. മദ്യവർജനത്തിലേക്ക് നയിക്കുന്ന ഒരു ചുക്കും ഈ സർക്കാർ ചെയ്യുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ കള്ളൊഴുക്കിയിട്ട് സർക്കാർ വക ബ്രാൻഡി ഇറക്കിയിട്ട് ആ ബ്രാൻഡിക്ക് പേരിട്ടാൽ 10,000 രൂപ തരാം എന്ന് പ്രഖ്യാപനം നടത്തി കോടതി തിരിച്ചടി കിട്ടിയിട്ട് മക്കളെ നിങ്ങൾ കള്ളു കുടിക്കല്ലേ എന്ന് ഉപദേശിച്ചാൽ ശരിയാവുന്നതാണ് അങ്ങനെ ധാരണ. വിട്ടേക്ക്. പക്ഷേ ഇവിടെ 1ാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും കേരളത്തിൽ 29 ബാറുകളേ ഉള്ളൂ എന്ന കാര്യത്തിൽ അങ്ങനെ തർക്കമില്ലല്ലോ. അതിപ്പോൾ നിയമസഭയിലെ ചോദ്യോത്തര പ്രകാരം തന്നെ 5071 കള്ളുഷാപ്പുകൾ, 336 ബിവറേജ് ഔട്ട്ലെറ്റുകൾ, 884 ബാറുകളുണ്ട് എന്നത് രേഖാപരമാണ്. അതിലും സംശയമുണ്ടോ? എന്നിട്ട് മദ്യവർജനം ഒന്ന് പറയാവോ ശ്രീ മുസ്തഫ? പിന്നെ ഞാൻ ഏത് കണക്ക് പറയണം, എന്ത് കണക്ക് പറയണം എന്നൊക്കെ ഹാഷ്മി തന്നെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇവിടെ വിളിച്ചിരുത്തണം. കേസിന്റെ കണക്കൊന്നും പറയണ്ട, ഹാഷ്മിയുടെ കണക്ക് മാത്രം മതി. നിയമസഭയുടെ കണക്കാണ്, അല്ലല്ലോ ചർച്ച. നിയമസഭയുടെ കണക്കാണല്ലേ ചർച്ചയെ കുറിച്ച്. അല്ല, ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത കണക്കല്ലല്ലോ. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ കണക്കല്ല, നിയമസഭയിലെ കണക്കാണ്. നിങ്ങൾക്ക് മാത്രമേ നിയമസഭയിലെ കണക്ക് കിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നിയമസഭയുടെ കണക്ക് കിട്ടുക. ഞാൻ പറയുന്നത് നിയമസഭയുടെ കണക്കല്ലേ. 2011-16 UDF ഭരണകാലത്ത് കേരളത്തിൽ വിറ്റ മദ്യക്കുപ്പികളുടെ എണ്ണം 1706 ലക്ഷം കേസാണ്. 1ാം പിണറായി സർക്കാർ 2016-21 കേരളത്തിൽ വിറ്റ ആകെ മദ്യക്കുപ്പികളുടെ എണ്ണം 1610 ലക്ഷം കേസാണ്. ഇപ്പോൾ 2ാം പിണറായി സർക്കാർ 2021-26 ഇതുവരെ വിറ്റിട്ടുള്ള മദ്യക്കുപ്പികളുടെ എണ്ണം 1552 ലക്ഷം കേസാണ്. കേരളത്തിൽ മദ്യവിൽപ്പന കൂടിയോ കുറഞ്ഞോ? കേരളം മുഴുവൻ ഞങ്ങൾ മദ്യം കുടിപ്പിച്ച് കടത്തുകയാണോ? കേരളത്തിലാകെ ബാറുകളുടെ എണ്ണം കൂടി, പ്രവൃത്തി സമയം കൂടി, അതുകൊണ്ട് മദ്യ ഉപഭോഗം കൂടിയോ, മദ്യവിൽപ്പന കൂടിയോ? അതുകൂടി പറയണ്ടേ? അതല്ലേ കണക്ക്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ച മദ്യവർജന പരിശ്രമങ്ങൾ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന്റെ നല്ല തെളിവല്ലേ ഇത്. താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മദ്യവർജന പരിശ്രമം വിട്ടേക്ക്, അതൊക്കെ പരാജയമാണെങ്കിൽ ഈ 2011-16 UDF ഗവൺമെന്റിന്റെ കാലത്ത് വിറ്റ 1710 ലക്ഷം കേസിനേക്കാൾ ഈ 10 വർഷം കൊണ്ട് വർദ്ധിക്കുകയല്ലേ വേണ്ട വിറ്റ കുപ്പികളുടെ എണ്ണം. അത് യുക്തിവാദമാണ്, ലോജിക്കൽ വാദമാണ്. പക്ഷെ ഒയാസസ് എന്ന് പറയുന്ന ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി എക്സൈസ് മന്ത്രി, ഇടതുപക്ഷത്തിന്റെ എക്സൈസ് മന്ത്രി പോയി മഴക്കുഴി എണ്ണി ഈ കുഴിയൊക്കെ ഉള്ളതാണ്, വെള്ളം ഇവിടുന്ന് എടുക്കുക എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ സർക്കാർ ഒരു ബ്രാൻഡ് ഇറക്കുക, ആ ബ്രാൻഡിക്ക് പേരിടാൻ പറയുക, എന്നിട്ട് നമ്മൾ മദ്യവർജനം ഒന്നും പറയുക. അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി. ഞാൻ അങ്ങനെ എത്താം. വി ആർ അനു ഈ തീരുമാനം ഏതാണ്? ഈ ബാറുകളുടെ 2 മണിക്കൂർ കൂട്ടാനുള്ള തീരുമാനം, ഏകീകരിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞതാണ്. പ്രതിപക്ഷത്തിന്റെ അനുകൂല നിലപാട് എന്ന കോൺഫിഡൻസോടെ MP രാജേഷ് പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ആ വിഷയത്തിൽ ഒരു പരിങ്ങലുണ്ടോ ശ്രീ വി ആർ അനൂപ്? ഒരു പരിങ്ങലുമില്ല ഹാഷ്മി. അതിൻ്റെ മറുപടി പ്രതിപക്ഷ നേതാവ് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ എക്സൈസ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ കോൺഫിഡൻസോടെ പറഞ്ഞാണ്, അധികാരിനെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രതിപക്ഷത്തിന്റെ കൃത്യമായ അറിവോടുകൂടി, പ്രതിപക്ഷത്തിന് അനുമതി കൂടിയാണ് ഈ തീരുമാനമെന്ന്.
അത് പ്രതിപക്ഷ നേതാവ് തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടില്ലേ? എന്നെ ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് ഒരു വക്താവ് എന്നുള്ളതിൽ ഞാൻ പറയേണ്ടത്? പ്രതിപക്ഷ നേതാവ് വളരെ പച്ചയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹത്തിന് പറയുന്നതിനകത്തൊരു വാസ്തവമില്ല. ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി മന്ത്രിയാണ് പറയേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് ഇവിടെ APP മുസ്തഫയെ പോലെ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകൻ സ്വയം പരിഹാസനാവരുത്. അദ്ദേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ മദ്യവർജന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ മദ്യ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? പിണറായി വിജയൻ ഈ 10 വർഷമായി നടത്തിയ എന്ത് മദ്യ വർജന പ്രചരണ പരിപാടിയാണ്? പിണറായി വിജയൻ പറഞ്ഞു കേട്ട് ആളുകൾ മദ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെ കേസ് മദ്യത്തിൻ്റെ അളവിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നിട്ടില്ലെങ്കിൽ ഈ പിണറായി വിജയൻ്റെ വർജന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടില്ലെന്നേ. കേരളത്തിൽ സ്കൂളുകളിൽ പോലും മയക്കുമരുന്ന് വളരെ വ്യാപകമായി. അതിനേക്കാൾ അതിഗുരുതരമായ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷനിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധം സ്കൂൾ കുട്ടികൾ തൊട്ട് കൗമാരക്കാരുടെ ഇടയിൽ മയക്കുമരുന്ന് നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു. അതിനെ അഡ്രസ് ചെയ്യാൻ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ പിടിയിൽ കേരളം അമർന്നു എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതികൾക്ക് പോലും പലപ്പോഴും ഇടപെടേണ്ടി വരികയും പരാമർശങ്ങൾ നടത്തേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അത്തരം ഇവിടെ അല്ലെങ്കിൽ പറയണം എന്ത് മദ്യവിരുദ്ധ അല്ലെങ്കിൽ വർജന പ്രചരണ പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയത്, അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് ഈ ചർച്ചയ്ക്കകത്ത് കേവലം കണക്കുകൾ പറയാതെ VPP മുസ്തഫ അദ്ദേഹം സർക്കാരിൻ്റെ പ്രതിനിധി CPMൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ വിശദീകരിക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ സർക്കാരിൻ്റെ കാപട്യമാണ് പ്രശ്നം, ഹിപ്പോക്രസിയാണ് പ്രശ്നം. ഈ സർക്കാർ ഇപ്പം ഞങ്ങളുടെ നിലപാട് 24 മണിക്കൂറും കേരളത്തിലെ മദ്യശാലകൾ തുറന്നിരിക്കുകയാണ് ഞങ്ങളുടെ നിലപാടെങ്കിൽ അങ്ങനെ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടതല്ലേ, നിങ്ങൾ അടച്ച സ്കൂളുകൾ ഞങ്ങൾ തുറക്കും, നിങ്ങൾ തുറന്ന മദ്യശാലകൾ ഞങ്ങൾ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രചരണം നടത്തിയ ആളുകൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇവരുടെ മുഖമുദ്രയായി മാറി. ഇവരുടെ നേതാവ് ഇരട്ടച്ചങ്കനല്ല, ഇരട്ടത്താപ്പനാ. ഏത് കാര്യത്തിലാണ് ഇവർക്ക് ഇരട്ടത്താപ്പില്ലാത്ത? ശബരിമലയുടെ കാര്യത്തിൽ ഒരു വശത്ത് വിശ്വാസത്തിൻ്റെ കൂടെയാണെന്ന് പറയുക, മറുവശത്ത് പുരോഗമനം പറയുക, എന്നിട്ട് സമരം ചെയ്യുന്ന ആളുകളെ രഹസ്യമായി സഹായിക്കുക. അപ്പം അതിജീവിതകളുടെ കാര്യം താങ്കൾ കാണുന്നതല്ലേ? ഇവിടെ കൃത്യമായിട്ട് നേരത്തെ അതിജീവിതകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ഒരു കപ്പും സോസറും പിടിച്ച് പരസ്യം ചെയ്ത ആൾ PT കുഞ്ഞു മുഹമ്മദിനെതിരെ അതിജീവിത 6 തവണ കത്തെഴുതി. ഇവിടെ പിണറായി വിജയൻ്റെ ആ കപ്പ് കളവ് പോയോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അതിജീവിതങ്ങളോടുള്ള ഐക്യദാർഢ്യം ആവിയായി പോയോ? അങ്ങനെ മദ്യത്തിൻ്റെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാടിൻ്റെ കാര്യത്തിലായാലും ഇരട്ടത്താപ്പാണെന്നേ, കള്ളത്തരമാണ്, കാപട്യമാണ്. കേരളം വിലയിരുത്തുകയാണ്. ഇവരെ വലിയ കാര്യങ്ങൾ വലിയ വായിൽ പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ചെയ്യാൻ എന്താ കാരണം? കേരളത്തിൽ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറ്റൊരു ഫയലും ഇല്ലാത്ത വേഗത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ചില ജീവിതങ്ങൾ എന്താ വലിയ ജീവിതങ്ങളാകുന്നത്? 2 തരം ജീവിതം ഉണ്ടോ? ഈ പറയുന്ന മാവ് പറഞ്ഞിട്ടുണ്ട് പർവ്വതത്തിനേക്കാൾ കനം കൂടിയ ജീവിതവും ഈ പറയുന്ന പക്ഷിത്തൂലിനേക്കാൾ കനം കുറഞ്ഞ ജീവിതം ഉണ്ടെന്ന്. ഇവിടെ ബാർ മുതലാളിമാരുടെ ജീവിതം പർവ്വതത്തിനേക്കാൾ കനം കൂടിയ ജീവിതമാണെന്ന് ഈ പറയുന്ന പിണറായി വിജയന് അഭിപ്രായമുണ്ടോ? സാധാരണക്കാരുടെ ഫയലുകളുടെ തീർപ്പിലൊന്നും ഇല്ലാത്ത വേഗത തൊടുപുഴയിൽ ഒരു വാരിക്കുഴി വാവളന്ന് കിടന്നു. നാട്ടുകാർ കരഞ്ഞു പറഞ്ഞു, വാവിട്ട് പറഞ്ഞു, നടക്കടക്കിടക്കെന്ന് പറഞ്ഞു. ആരും അടച്ചില്ല. 27കാരൻ അതി വീണ് മൂക്കുകുത്തി വീണ് മരിച്ചു. നാളെ മാൾട്ടയ്ക്ക് ജോലി കിട്ടി പോകേണ്ട ഒരു പാമ്പ് പിടിച്ചവനാണ്, ഇന്ന് കല്ലറയ്ക്കകത്ത് ഉറങ്ങുക. അപ്പോൾ അത് പാവങ്ങളുടെ ജീവിതം, ഇത് വലിയവരുടെ ജീവിതം, അത് വിട്, അതങ്ങനെയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. CR നീലകണ്ഠൻ 2021 10 വാർത്ത ഞാൻ വായിക്കാം. അത് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന MK ഹരിദാസിന്റെ വിവരാവകാശത്തിനുള്ള മറുപടിയായി സർക്കാർ കൊടുത്ത മറുപടിയുടെ വാർത്തയാണ് കേട്ടോ. 5 വർഷത്തിനിടെ ഖജനാവിലെത്തിയ മദ്യനികുതി 46,000 കോടി, 50% വർധന. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലയാളികൾ മദ്യം വാങ്ങിയതിലൂടെ നികുതിയായ സർക്കാരിന് കിട്ടിയത് 46,546.13 കോടി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 50% വർധന മദ്യവരുമാനത്തിലുണ്ടായി. CR നീലകണ്ഠൻ അതിനുശേഷമുള്ള കണക്കെടുത്താൽ അതിനും മേപ്പോട്ടാണ് മദ്യവർധന. കേസ് കുറച്ച് വിറ്റു എന്ന് പറഞ്ഞ് മദ്യവർധനം നടപ്പായി, അല്ലെങ്കിൽ ഉപദേശം ആൾക്കാർ കേട്ടു എന്ന് പറയാവോ? അല്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം പ്രതിപക്ഷം പറഞ്ഞു എന്നാ. പ്രതിപക്ഷം പറഞ്ഞ എല്ലാം ചെയ്യുന്ന ഒരു സർക്കാരാണല്ലോ ഇത്. പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ടല്ലേ ഈ സർക്കാർ എല്ലാം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഭയങ്കര അടുപ്പാണ് പ്രതിപക്ഷമായിട്ട്. അത് പ്രതിപക്ഷം തീരുമാനിക്കട്ടെ. എൻ്റെ പ്രശ്നം അതല്ല. ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാവ് പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരി വന്നുപോയി. ഇത്രയധികം ബാർ തുറന്നിട്ടും ഇത്രയധികം ബിവറേജസ് ഔട്ട്ലെറ്റ് തുറന്നിട്ടും വിറ്റ കേസിൻ്റെ കണക്ക് കുറവാണ്. ആ കണക്കിൽ ഒരു വലിയ ചതിയുണ്ട്. എന്താ കാര്യം? നമ്മുടെ ബാറുകളിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ നല്ലൊരു പങ്കും ബിവറേജസ് കോർപ്പറേഷൻ വഴിയല്ല വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ബെറ്റ് വയ്ക്കാം, അദ്ദേഹത്തിന് വേണ്ടി ചെക്ക് ചെയ്യാം. ഞാൻ പറയും, ബാറുകളിൽ വലിയ തോതിൽ ബിവറേജസ് കോർപ്പറേഷൻ വഴിയല്ലാതെ വ്യാജമദ്യങ്ങളും പല മദ്യങ്ങളും വരുന്നുണ്ട്. അതാണ് ബാറുകാരുടെ ലാഭം.
അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും ഔട്ട്ലെറ്റ് കൂടിയിട്ടും ഇത്രയും ബാർ കൂടിയിട്ടും ഒരു ബോട്ടിൽ പോലും കൂടുതലല്ല വിറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ തമാശ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏകീകരിക്കുകയാണ് സമയം എന്ന് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് വെച്ചാൽ അതുമായി നമുക്ക് ഏകീകരിക്കാം. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാത്തത് ഏതാണല്ലേ ഹാഷ്മി? ഇപ്പോൾ കൊച്ചി നഗരം, ഞാനിരിക്കുന്ന കൊച്ചി നഗരം ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ? ഇതിനടുത്ത് നിറയെ ടൂറിസ്റ്റുകളല്ലേ? കൊച്ചി നഗരത്തിലെ എല്ലാ ബാറും നമുക്ക് 3 മണി വരെ ആക്കാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഏത് സ്ഥലത്തും എവിടെയും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം. എവിടെയല്ലാത്ത ആലപ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, കൊല്ലം ടൂറിസ്റ്റ് കേന്ദ്രമാണ്, പത്തനംതിട്ടയാണ്, ഇടുക്കിയാണ്, എവിടെയല്ലാത്ത വടക്കോട്ട് പോയാൽ അതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാക്കണം. ഒരു കാര്യം ചെയ്താൽ മതി, 24 മണിക്കൂറും ബാറും ഔട്ട്ലെറ്റും തുറന്നിരിക്കുന്നു പറഞ്ഞാൽ കുറേ തൊഴിലാളിക്ക് ജോലി കിട്ടും. അങ്ങനെ വേണ്ടി നമുക്ക് വാദിക്കാം. കുറേ തൊഴിലാളികൾക്ക് ജോലി കിട്ടും. എന്തിനാ ഈ രാത്രി 3 മണി വരെ ആക്കണേ? ഇപ്പോൾ കുറേ ആളുകൾക്ക് പൈസ കൊടുത്താൽ 3 മണി വരെയാവും ടൂറിസ്റ്റ് മേഖലയിൽ. അപ്പോൾ അവരുടെ സമയം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് 12 ആക്കുമ്പോൾ അത് 3 മണിയാക്കിയിട്ടുണ്ട് രാവിലെ 3 മണിക്ക്. പിന്നെ ഒരു 7 മണിക്കൂർ ആളുകൾ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? ആ 7 മണിക്കൂർ കൊണ്ട് നീട്ടി 24 മണിക്കൂർ മതിയാക്കിയാൽ ഇപ്പം എന്താ കുഴപ്പം? എന്താ ഇതിന് പ്രശ്നമുള്ളത്? അത്രയും പേർക്ക് ജോലി കിട്ടും. 4 ഷിഫ്റ്റോ 3 ഷിഫ്റ്റോ ഒക്കെ ആളുകൾക്ക് തൊഴിൽ കിട്ടും. ഇതൊക്കെ ചെയ്യാം. ഇതിനൊക്കെ ന്യായീകരണവും വരാം. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞാൽ വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വേദിയിലിരുന്ന് എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യം അദ്ദേഹം എലപ്പുള്ളി ഒയാസിസിനെ കുറിച്ച് പറഞ്ഞു. മുഴുവൻ കാര്യങ്ങളും അസത്യമാണെന്ന് കണ്ടെത്തി ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നെ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകരാണ്. അല്ല, വിനോദസഞ്ചാരികളുടെ ഉദ്ധരിക്കാൻ അല്ലെ ടൂറിസം മേഖലയുടെ മേൽക്കുമേൽ വർധനയ്ക്ക് വേണ്ടി കേരളത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു മന്ത്രിയും പോയി ഒരു കമ്പനിക്ക് വേണ്ടി പോയി മഴക്കുഴി എണ്ണാത്ത പണി അദ്ദേഹം കാണിച്ചു. ആ ശുഷ്കാന്തി അതാണ് മഞ്ഞ നാട്ടിൽ നിന്നും മദ്യം കൊണ്ടുവരേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഉണ്ണാനുള്ള അരി അന്യനാട്ടിൽ നിന്നാണ് വരണേ, പരിപ്പ് അന്യനാട്ടിൽ നിന്നാണ് വരണേ, കോഴി അന്യനാട്ടിൽ നിന്നാണ് വരണേ, ഇറച്ചി അന്യനാട്ടിൽ നിന്നാണ് വരണേ, പുസ്തകം എന്ത് സാധനം ഇവിടെ തുണി അന്യനാട്ടിൽ നിന്നാണ് വരണേ. അത് വരണേനൊന്നും ഒരു ടെൻഷനും ഇല്ല. അത് കർണാടകയിൽ നിന്ന് വന്നോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് വന്നോട്ടെ, മറ്റേ തെലങ്കാനയിൽ നിന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് പ്രശ്നമല്ല. മദ്യം വരുന്നു, മദ്യം കർണാടകയിൽ നിന്ന് വരുന്നു, അത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നമാണ് എന്നർത്ഥത്തിൽ അവിടെ അത്തരം വാദം ബാധിച്ചൊരു എന്താ പറയുക വില കുറഞ്ഞ എക്സൈസ് മന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം ആ ഒയാസിസി പറഞ്ഞ കാര്യം ഇപ്പോൾ ഒന്ന് ആവർത്തിക്കട്ടെ, ഹൈക്കോടതിയോടൊന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് പറയട്ടെ. ഞങ്ങളന്ന് 1, 2, 3, 4 ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, കൃത്യമായി ഇതിലുള്ള തട്ടിപ്പ് പറഞ്ഞു. ഇനി വേഗതയുടെ കാര്യം, വേഗത ഈ പറഞ്ഞ മാതിരി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് റിലേറ്റീവ്. വേഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗമായിട്ട് തോന്നും, അവർക്ക് പതുക്കെയായിട്ട് തോന്നും, അതത്രേ ഉള്ളൂ. ഇപ്പോൾ ചില ഫയലുകൾക്ക് വേഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കൂടുതൽ തോന്നണേ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ അലപ്പുള്ളി ഉണ്ടായത്, ഒന്നും കാണാതെ മറിച്ച് കഞ്ചിക്കോട് മറ്റേ എന്ന് പറഞ്ഞിട്ടല്ലേ അലപ്പുള്ളിക്ക് ഫയൽ ഓപ്പൺ ചെയ്തേ. കഞ്ചിക്കോട് അലപ്പുള്ളിയായിട്ട് എന്താ ബന്ധം? 25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്ററിലെ കഞ്ചിക്കോട് ഒരു ബിവറേജസ് തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് കൊടുക്കുക. ആളുകൾ കഞ്ചിക്കോട് അന്വേഷിക്കുക ഈ സ്ഥലം എവിടെയാണ്. അവസാനം ഞങ്ങൾ കണ്ടെത്താണ് ഇവരാണിത് വാങ്ങിച്ചത്, കോളേജിന് വേണ്ടി വാങ്ങിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. എന്തൊക്കെ തട്ടിപ്പ് ഇവിടെ നടത്തും, എന്തൊക്കെ. അതുപോലെ ഒരു മദ്യത്തിന് പേരിടാൻ പറയുക. ഹൈക്കോടതി ഇനി പറയാനില്ല, ഹൈക്കോടതി ഇനി ഒന്നും പറയാനില്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നയം വളരെ ക്ലിയറാണ്. പറയുന്നതൊന്ന്, ചെയ്യുന്നത് നേരെ വിപരീതം. ആ മദ്യം എന്താണ് സർക്കാർ ചെലവിൽ സർക്കാരിന്റെ സ്വന്തം ബ്രാൻഡി സംഭവം സെറ്റാണ്. അതിന് പേരായിട്ടില്ല, പേര് സർപ്രൈസ് ആണ്. ഇനി ആൾക്കാർ നിർദ്ദേശിച്ച പേരിൽ നിന്നാണോ അതിൽ 10,000 രൂപ പാരിതോഷികം കൊടുക്കുമോ, പേരിടലും ചോറുകൊണ്ടൊക്കെ ഉണ്ടാവുമോ, നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പ്രസാദ് കുരുവിള, ഇവിടെ ഈ 1ാം പിണറായി സർക്കാർ വരുമ്പോൾ VP മുസ്തഫ പറയുന്ന പോലെ എന്ത് കാരണമായിക്കോട്ടെ 29 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 884 ശതമാനം നോക്കിയാൽ 3018% വർധനമാണ്. അന്നൊന്നും ഇല്ലാത്ത കോലാഹലം 2 മണിക്കൂർ ബാർ തുറന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ശ്രീ പ്രസാദ് കുരുവിള? ആഷ്മി, എനിക്ക് തുടക്കത്തിൽ നിങ്ങൾ 24 അവതരിപ്പിച്ച ആ പരസ്യം കണ്ടപ്പം ഒരു വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അവർ അതിനകത്ത് ഇന്നസെൻറ്റും അതുപോലെ നമ്മുടെ സിനിമാ നടി KPC ലളിതയൊക്കെ പറഞ്ഞത് നുണ പറയുന്നവരെ തിരിച്ചറിയുക. അവർ തുടക്കത്തിലെ നുണ പറഞ്ഞാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. 10 വർഷം മുമ്പ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് 29 ബാറുകൾ മാത്രമായി ഉണ്ടായിരുന്നത്. അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന്. പക്ഷെ അവർ അങ്ങോട്ട് അധികാരത്തിലേറിയപ്പോൾ തന്നെ
അവര് പിന്നെ പറയാൻ തുടങ്ങിയത് മദ്യവർജനമാണ്. ഈ മദ്യവർജനം എന്ന് പറയുന്നത് ഒരു മുന്നണിയോ ഒരു സർക്കാരോ നടപ്പാക്കേണ്ട പദ്ധതിയല്ല, ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു പദ്ധതിയാണ്, ഒരു തീരുമാനമാണ് ഈ വർജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വർജനം പറഞ്ഞ് ഇവർ വർജനത്തിന് വേണ്ടി എന്ത് ചെയ്തു? പാർട്ടിക്ക്, സംഘടനകൾക്കൊക്കെ നമുക്ക് നിങ്ങൾ വർജിക്കാൻ. പക്ഷേ പ്രസാദ് കരോളെ KCBC എന്ന് പറയുന്ന ഒരു ആത്മീയ ഫോറമല്ലേ, അത് വിശ്വാസികളുടെ ഫോറമല്ലേ, അത് സംസാരിക്കുന്ന വിശ്വാസികളോടല്ലേ? എപ്പോഴെങ്കിലും കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ ഈ മദ്യവിൽപ്പന നടത്തരുത്, അല്ലെങ്കിൽ വിശ്വാസികൾ ആണെങ്കിൽ കൂടി നടത്തുന്ന ഈ പറഞ്ഞ മദ്യശാലകളിൽ വിശ്വാസികൾ പോയി മദ്യപിക്കരുത് എന്ന് ഏതെങ്കിലും കാലത്ത് KCBCയോ അങ്ങയുടെ സമിതി പറഞ്ഞിട്ടുണ്ടോ ശ്രീ പ്രസാദ് കുരുവിള? അല്ല, നിശ്ചയമായിട്ടും മദ്യത്തിന് അടിമയാവർ, പരസ്യ മദ്യപാനികൾ പള്ളിയുടെ ഒരു സംവിധാനത്തിലും ഭാരവാഹിത്വോ അംഗത്വോ എടുക്കാൻ പാടില്ല എന്ന് കർക്കശമായ സ്ഥിരം മദ്യപാനമല്ല. സ്ഥിരം മദ്യപാനം ആൾക്കാരുടെ ജീവിതം തുലയ്ക്കും എന്ന കാര്യം അങ്ങ് പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുടിക്കുന്നവർക്കും അറിയാം. പ്രസാദ് കുരുവിള അതല്ലല്ലോ ഇവിടെ ഇപ്പം നിങ്ങളിറക്കിയ വാർത്താക്കുറിപ്പിൽ ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ട് മദ്യം അണലിയെ പോലെ കുത്തും, സർപ്പത്തെ പോലെ വീശും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാർത്താക്കുറിപ്പായിരുന്നല്ലോ. അങ്ങനെ സർപ്പത്തെ പോലെ കൊത്തുന്ന, അണലിയെ പോലെ കൊത്തുന്ന പണി നമ്മുടെ വിശ്വാസികൾ ചെയ്തുകൂടാ എന്നൊരു സർക്കുലർ എപ്പോഴെങ്കിലും ഇറക്കിയിട്ടുണ്ടോ ശ്രീ പ്രസാദ് കുരുവിള? മദ്യം അത് പാമ്പിനെ പോലെ കൊത്തുകയും അണലിയെ പോലെ കടിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പരാമർശം സൂചിപ്പിച്ചതിന്റെ കാരണം മദ്യനയത്തില് ജനവിരുദ്ധമായ നയം രൂപീകരിക്കാൻ തയ്യാറാകുന്ന ഏത് സർക്കാരാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അത് പാമ്പിനെ പോലെ കൊത്തുകയും അണലിയെ പോലെ കടിക്കുകയും KCBC ബൈബിൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അതിനൊരു വിശ്വാസത്തിന്റെ പശ്ചാത്തലമുണ്ട്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് മദ്യം വേണ്ട എന്നൊരു നിലപാട് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇവിടെ കത്തോലിക്ക സഭ നിശ്ചയമായിട്ടും തുടർച്ചയായിട്ട് ബോധവൽക്കരണങ്ങളും തുടർച്ചയായ സർക്കുലറുകളും ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ മാർച്ച് 8-ാം തീയതി കേരള കത്തോലിക്ക സഭ സീറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഇപ്പോ അങ്ങയുടെ മതം വിചാരിച്ചാൽ, അല്ലെങ്കിൽ മത നേതൃത്വം വിചാരിച്ചാൽ മദ്യം നിരോധിക്കാൻ കഴിഞ്ഞ എത്ര രാജ്യങ്ങളുണ്ടെന്നേ? എവിടെ ഏതെങ്കിലും രാജ്യത്ത് മദ്യ നിരോധനം ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും രാജ്യത്ത് മദ്യ നിയന്ത്രണം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അതുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയ്ക്ക് മദ്യ നിരോധനം വേണം എന്നൊരു നിലപാട് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? മദ്യനിരോധനം വേണമെന്നാണല്ലോ കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്ന മദ്യനിരോധന, അതാ മദ്യവിരുദ്ധ സമിതി എന്ന് പറയുന്ന മദ്യനിരോധനം നടപ്പാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് KCBC മദ്യവിരുദ്ധ സമിതി രൂപം കൊണ്ടിട്ട് 27 വർഷമായി. അതിവിടെയല്ലേ ഞാൻ പറഞ്ഞ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എന്ന് പറയുന്ന KCBC ഒരു വിശ്വാസി പ്രസ്ഥാനമാവുമ്പോ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ആ നിലപാടുണ്ടോ എന്നൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തണ്ടേ ശ്രീ പ്രസാദ് കുരുവിള? മദ്യം പാമ്പിനെ പോലെ തിന്മയാകുമ്പോൾ എന്ന് പറയുമ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ കൗൺസിൽ എന്നാണ് സാറും പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിലെ വിഷയമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ആഗോള വിഷയം ചർച്ച ചെയ്യാൻ പോയാൽ നമ്മൾ എന്തെല്ലാം എടുത്ത് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കേരളത്തിലെ വിഷയം പ്രസാദ് കുരുവിള, ഇന്ത്യയിലെ ഏറ്റവും നല്ല മാൾട്ട് വിസ്കി, സിംഗിൾ മാൾട്ട് വിസ്കി എന്ന് പറഞ്ഞാൽ ഇൻ കോട്സ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിംഗിൾ മാൾട്ട് വിസ്കി എന്ന പേര് കേട്ട വിസ്കി ഗോവയിലാണ്. പേരെന്താണെന്നറിയോ? പോൾ ആൻഡ് ജോൺസ്. സെന്റ് പോളും സെന്റ് ജോണും അപ്പോസ്തലന്മാരാണ്. അവരുടെ നിങ്ങളുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പേരെടുത്ത് ഒരു കള്ളിനിട്ടാൽ വിശ്വാസി വികാരം വ്രണപ്പെടും, അത് മാറ്റണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഉടമയുടെ പേര് പോട്ടെ, ഉടമ ഏത് വിശ്വാസിയാണെന്ന് പോട്ടെ. ഇവിടെ സഭ, ഇവിടെ കത്തോലിക്ക സഭ ഒരു സ്ഥലത്തും ബാർ നടത്തുന്നില്ല. അപ്പൊ ആരെങ്കിലും പേരുകളോടുകൂടി നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സഭ ഉത്തരവാദിയല്ല. പക്ഷേ പോളിന്റെയും ജോണിന്റെയും പേരിട്ട് വിസ്കി വിൽക്കുക, പോളിന്റെയും ജോണിന്റെയും പേരിട്ട് വിസ്കി വെക്കുക, അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾ ആ പേര് മാറ്റ് എന്ന് പറയണ്ടേ? അല്ല, ഞാനോട് പറയുന്നത് ഏതെല്ലാം മതങ്ങളുടെ പേരിൽ, ഏതെല്ലാം സമുദായ നേതാക്കളുടെ പേരിലും മദ്യം ഇറങ്ങുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ സമാധാനം പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. ഇല്ലല്ല, ഉത്തരവാദിത്വമാണ്. KCBCക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് കാരണം? അത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആണെന്നുള്ളതും അത് ക്രൈസ്തവ മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോറം ആണെന്നുള്ളതും നിങ്ങൾ ബാധ്യസ്ഥരാവേണ്ടത് വിശ്വാസികളോടാണ് എന്നുള്ളതും. ഒരു ബാർ നടത്തുന്നുണ്ടെ പറയാം. കത്തോലിക്ക സഭ ഒരു ബാർ നടത്തുന്നുണ്ടെ നമുക്ക് പറയാം. അല്ല, ഒരു ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ടെ പറയാം. അല്ല, അപ്പൊ സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ ഈ പണി നിർത്തണം എന്ന് അങ്ങനെ പറയാൻ ഇപ്പോഴെങ്കിലും പറ്റുമോ പ്രസാദ് കുരുവിള? സർക്കാരിനോട് പറയൂ, നല്ല കാര്യം. പക്ഷെ സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ ഈ മദ്യവിൽപ്പന നിർത്തണം, ആ പണി നമുക്ക് വേണ്ട, അതിൽ കിട്ടുന്ന പണം ഒരു പള്ളിക്കും വേണ്ട എന്ന് ആർജവത്തോട് ഇപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ?
അല്ല, അതൊന്നും നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു സമുദായവും ഒരെണ്ണവും നിർത്താൻ പറയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ സഭ ഇതിനെതിരാണെന്നുള്ള ബോധ്യമുണ്ടല്ലോ. അത് കള്ളു കുടിച്ച് 4 കാലി വരുന്ന ആൾക്കാർ ഏത് ഉത്തരവാദിത്തം എവിടെ ഏൽപ്പിക്കാൻ പറ്റുക? അല്ലല്ല കള്ളു കുടിച്ച് ബോധമില്ലാത്ത മനുഷ്യന്മാർ ഏത് ഉത്തരവാദിത്തം എവിടെ ഏൽപ്പിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. അത് സഭയിലെന്നല്ല, ഒരിടത്തും പറ്റില്ല. അല്ല, അതിന് നമുക്ക് കൃത്യമായ നിയമാവലി ഉണ്ടെന്നേ. അതിന് കൃത്യമായ നിയമാവലിയുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇവിടുത്തെ ആവശ്യം സാർ, നമ്മുടെ ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മദ്യശാലകളുടെ, പ്രത്യേകിച്ച് ബാറുകളുടെ സമയവർദ്ധന കൊടുത്തു. ബാറുകളുടെ സമയവർദ്ധന കൊടുത്തപ്പോൾ ബെഫ്കോ ഔട്ട്ലെറ്റുകളുടെ സമയവർദ്ധന കൊടുത്തിട്ടില്ല. അതൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ എന്തോ ഒക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് സാധാരണ ജനത്തിന് തോന്നിയാൽ അത് വലിയ കുറ്റമായിട്ട് തോന്നുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പോ സാറ് സൂചിപ്പിച്ചു 800 സിസ്റ്റമാണ് ബാറുകളെന്ന്. പക്ഷെ അല്ല സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ട് 1016 ബാറുകളുണ്ട്. ഇവിടെ 1016 ബാറുകളുണ്ട്. 29 നിന്ന് 1016 ബാറിലേക്ക് വന്നിരിക്കുക. അതിനും അപ്പുറത്ത് 200 ലൈസൻസിനുള്ള 200 അപേക്ഷ. ഉറപ്പായും സർക്കാരിനോട് കണിശമായി ചോദിക്കാം. പ്രസാദ് കുരുവിള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, മദ്യവിൽപ്പന നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ സഭയുടെ നിലപാട് എന്താണ്? അല്ല, അതിപ്പോ ഞാൻ പറയാൻ, അതിന് ആധികാരികമായിട്ട് പറയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ നേതൃത്വം പറയട്ടെ. അല്ല, ആധികാരികമായിട്ടല്ല, അല്ലാതെങ്കിലും അങ്ങ് പറയും. അത് ശരിയാണോ? ഞാൻ പറയുന്നത്, സഭ ഈ പറയുന്ന പാമ്പിനെ പോലെ വീശിക്കൊത്തുന്ന, അണലയെ പോലെ ആഞ്ഞു കൊത്തുന്ന ഒരു തിന്മ നമ്മുടെ വിശ്വാസികൾ നടത്തിക്കൂടാ എന്ന് പറയണ്ടേ ആദ്യം? എന്നിട്ട് വേണ്ട സർക്കാരിനെതിരെ ഇറങ്ങാൻ ശ്രീ പ്രസാദ് കുരുവിള? അല്ല, അത് സ്വാഭാവികം. നമുക്ക് അത് പറയാം, നിങ്ങൾ നടത്തുന്നത് ശരിയല്ല. അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. വത്തിക്കാനിൽ മദ്യവിൽപ്പന ഉണ്ട്. വിശ്വാസികൾ ബാറുകളോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളോ ഒക്കെ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പറയാം. വത്തിക്കാനിൽ മദ്യനിരോധനമുണ്ടോ പ്രസാദ് കുരുവിള? നിയമമാക്കി അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതിനെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ എന്നൊക്കെ പറയുമ്പോഴും ആഗോള കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ അതിന് അടിസ്ഥാനമില്ല എന്നാരും പറയില്ല. ശ്രീ VPP മുസ്തഫ, ഇവിടെ ഈ ഫയൽ നീക്കത്തിന് അതിവേഗ ബഹുദൂരം എന്ന് പറയുന്ന പോലെ വളരെ ചടപടയെന്നായിരുന്നു ആ ഫയൽ നീക്കം. പെട്ടെന്ന് കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ ജനുവരി 29 മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്നു, 31 തീർപ്പാകുന്നു, വളരെ പെട്ടെന്ന് വിജ്ഞാപനം, കാര്യം നടപ്പിലായി. ഒരു ഫയലാണല്ലോ, ഓരോ ഫയലും ഓരോ ജീവിതം എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രീ VP മുസ്തഫ, ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 7 ലക്ഷം ജീവിതങ്ങൾ, 7 ലക്ഷം ഫയലുകൾ പല വകുപ്പുകളിൽ കെട്ടിക്കിടക്കുകയാണ് അവിടെ. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ഈ പറയുന്ന ഒരു ആനുകൂല്യം ഈ മദ്യക്കച്ചവടക്കാരുടെ ഫയലിന് എന്തിനാണ് ശ്രീ മുസ്തഫ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ കാണേണ്ടത് എത്രയോ കാലമായിട്ടുള്ള ബാറുടമകളുടെ ആവശ്യം, അത് എത്രയോ തവണ ഫയലായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ആദ്യത്തെ ഒരു ആവശ്യം, പെട്ടെന്നൊരാവശ്യമായിട്ട് വന്നു ബാറുടമകൾ, ഉടനെ ഒരു ഫയൽ വന്നു, ഉടനെ അതിൽ തീരുമാനമുണ്ടായി. അങ്ങനെയല്ല എന്ന് ഹാഷ്മിക്ക് അറിയാം. ഹാഷ്മി ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ പറയുന്നില്ല. അതെ, അപ്പോൾ ഈ ആവശ്യം, ബാറുകളുടെ കേരളത്തിലെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കണം എന്നുള്ള ആവശ്യം എത്ര കാലമായിട്ട് കേരളത്തിലെ ബാർ ഉടമസ്ഥകൾ ആവശ്യപ്പെടുന്നുണ്ട്. സെപ്റ്റംബറിൽ അതിന്റെ ഭാഗമായിട്ട് എത്ര തവണ ഏതെല്ലാം സർക്കാരുകളുടെ കാലത്ത് അത് ഫയലായിട്ട്. അല്ലല്ല ശ്രീ മുസ്തഫ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഈ സെപ്റ്റംബറിലാണ് നിവേദനം, ഒക്ടോബറിൽ മുന്നോട്ട് പോക്ക്, ഡിസംബറിൽ പിന്നെയും മുന്നോട്ട് പോക്ക്, ജനുവരി മുഖ്യമന്ത്രി, കഴിഞ്ഞു എത്ര മാസം? ഞാൻ അതാ പറഞ്ഞത്, 7 ലക്ഷം ഫയൽ ഒന്നും ആവാതെ കിടക്കുക പാവങ്ങളുടെ. ഞാൻ ഹാഷ്മിയോട് ചെറിയ റിക്വസ്റ്റേ നടത്തുന്നുള്ളൂ. നിങ്ങൾ നികുതി വകുപ്പാണല്ലോ, വകുപ്പാണ് ഈ എക്സൈസ് കൈകാര്യം ചെയ്യുക. ഒരൊറ്റ വിവരാവകാശ നിയമം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഇങ്ങനെ ഒരു ആവശ്യം സർക്കാരിന് മുമ്പാകെ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഈ ആവശ്യത്തിനു മേൽ എത്ര തവണ ഫയലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ ആ ഫയലുകളിൽ എടുത്തിരുന്ന തീരുമാനം എന്താണ്, ഏതൊക്കെ തവണ മദ്യ നയം തയ്യാറാക്കുമ്പോൾ, ഓരോ വർഷത്തെയും മദ്യനയം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മിനിറ്റ്സുകളിൽ എത്ര തവണ ഈ കാര്യം വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ സെപ്റ്റംബറിലും നവംബറിലൊന്നും അല്ല ഹാഷ്മി, ഇത് എത്രയോ ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഞാൻ 2 വർഷം അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദ മാഷിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നതാണ്. ആ 2 വർഷത്തെയും മദ്യനയത്തിന്റെ ചർച്ചകളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ മദ്യ വ്യവസായ മുതലാളിമാരുണ്ട്, മദ്യ ജീവനക്കാരുണ്ട്, മദ്യവിമുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമല്ലായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ്.
ആ സമയത്തെ ഈ ആവശ്യങ്ങളുണ്ട്. അന്നും ഇത് ഫയലായിട്ടുണ്ടായിരുന്നതാണ്, ചർച്ചകളിലൂടെ പോയിട്ടുള്ളതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആ സമയങ്ങളിൽ അത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി നീക്കിവെച്ച് അന്ന് അന്തിമ തീരുമാനമാകാത്തത് കൊണ്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അല്ല ശ്രീ മുസ്തഫ, ഞാൻ ആധികാരികം പറഞ്ഞു, ഏതൊക്കെ തരത്തിൽ ഉള്ള സമവായത്തിലേക്ക് എത്താൻ രാജ്യത്തിന്റെ പേരിട്ട് വിളിക്കുന്ന ഒരു ചേട്ടനുള്ള സുനിൽ എന്ന് പറയുന്ന പേര്, അദ്ദേഹത്തിന് മൊത്തം എനിക്ക് അറിഞ്ഞോളൂ, ആ പേര് ഞാൻ പറയുന്നുമില്ല. സുനിൽ അടക്കമുള്ളവർ കൊടുത്ത നിവേദനം സെപ്റ്റംബറിലാണ്. അത് രേഖാപരമുള്ള സാധനമല്ലേ? അതിലുള്ള ഫയൽ നീക്കം രേഖാപരമല്ലേ? അപ്പോൾ അത് ഏതോ കാലത്തോടെ നിവേദനം അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക മുസ്തഫ? ഞാൻ അവിടെ ഇരുന്നത് കൊണ്ടാണെന്നേ. ഇതേ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന ബാർ ഉടമസ്ഥാ സംഘത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി ബിനോയ് ജോസഫ്, അങ്ങനെയുള്ള ആളുകളെല്ലാം വന്ന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കണം. അവരാവശ്യപ്പെട്ടത് രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ എന്നൊക്കെയുള്ളതാണ്. ഇതെല്ലാം അന്നത്തെ ഫയലുകളിലുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ രേഖകളെല്ലാം സെക്രട്ടേറിയറ്റിലെ നികുതി എഫ് വകുപ്പിലുണ്ട്. അതുപോലെ നന്ദാപുരത്ത് എക്സൈസ് ഡയറക്ടറേറ്റ് കമ്മീഷണറേറ്റ് ഓഫീസിലുണ്ട്. നിങ്ങൾ വിരോധാശ നിയമം കൊടുത്താൽ ഈ ബാക്ക് ഫയൽ എല്ലാം കിട്ടും. ആ ബാക്ക് ഫയലുകളിലൂടെ പോകൂ. അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ അന്നും ഇതേ സുനിൽ തന്നെയാണ് അന്നത്തെയും പ്രസിഡന്റ് 2021 അന്നും കാണാം ഈ ഫയല്. 2011-16 UDF ഗവൺമെന്റിന്റെ കാലത്ത് അന്നും കാണും ഈ ആവശ്യങ്ങൾ. അതുകൊണ്ട് ഞാനത് പറയാല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞു വന്നത് എന്താ, LDF യാതൊരു പരിശ്രമവും നടത്തുന്നില്ല അവരുടെ വാക്ക് പാലിക്കാൻ മദ്യവർജനത്തിന് വേണ്ടി. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒരു എക്സൈസ് ഒരു ബാറിന്റെ വാർഷിക ഫീസ് എത്രയാ? 2016 ഈ 29 ബാർ മാത്രമേ ഉണ്ടാകുമ്പോൾ ഹാഷ്മി അത് 10 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഇപ്പൊ അത് 35 ലക്ഷം രൂപയാണ്. ഓരോ വർഷവും, ഒരു വർഷത്തേക്കല്ല കേട്ടോ, ഓരോ വർഷവും 35 ലക്ഷം രൂപ വെച്ചിട്ട് അടക്കണം. ഓരോ വർഷവും. എത്രയാണ് കർണാടകത്തിൽ? ഇവിടെ അനൂപ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വലിയ ഇരട്ടത്താപ്പാണ്, കോൺഗ്രസ് ഭയങ്കര മദ്യവർജനമാണ്. അവർ ഭരിക്കുന്ന കർണാടകത്തിൽ 4 മുതൽ 10 ലക്ഷം രൂപ വരെ വിവിധ സ്ലാബുകളാക്കിയിട്ട് 4 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ളൂ. 5500 ബാറുകളാണ് കർണാടകത്തിൽ പ്രവർത്തിക്കുന്നത്. 5500 ബാറുകൾ. അവര് ഭരണത്തിലുള്ള തെലങ്കാനയിൽ എത്രയാ ബാറുകളുടെ എണ്ണം? 2200-ലേറെയാണ്. എത്രയാ അവിടെ ലൈസൻസ് ഫീസ്? 10 ലക്ഷമാണ്. കേരളത്തിലോ 2016 ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നത് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 35 ലക്ഷം രൂപയാക്കി. ഈ കഴിഞ്ഞ ഓരോ വർഷവും അത് വർദ്ധിപ്പിച്ചു. 2021 വരുമ്പോൾ 29 ലക്ഷമാണ് ഉണ്ടായത്. ഈ 5 വർഷം കൊണ്ടാണ് അത് 35 ലക്ഷത്തിലേക്ക് എത്തിച്ചത്. എന്തിനാ ബാറിന്റെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വരുമാനം കൂട്ടുക മാത്രമല്ല, ഉയർന്ന ഫീസ് ഓരോ വർഷവും അടക്കേണ്ടി വരുമ്പോൾ ഈ വ്യവസായത്തിലേക്ക് വരാനുള്ള താല്പര്യം സംരംഭകരിൽ കുറക്കുക. ഇതാണ് കാഴ്ചപ്പാട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ബാർ കേരളത്തിൽ തുടങ്ങണമെങ്കിലോ, കർണാടകത്തില് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടുകട തുടങ്ങിയാൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ അടച്ചാൽ ബാർ ലൈസൻസ് കിട്ടും. കേരളത്തിൽ ഒരു ബാർ ലൈസൻസ് ഫീസ് വർധനമുള്ളതുകൊണ്ട് എന്തൊരു വാദമാണ് ശ്രീ മുസ്തഫ. ലൈസൻസ് ഫീസ് വർധന കൊണ്ട് ആ വ്യവസായത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു നിക്ഷേപകന്റെ പേര് പറയാമോ? ലൈസൻസ് ഫീസ് കൂട്ടിയത് കൊണ്ട് ഇവിടെ കള്ളുകച്ചവടം കുറയുവാണോ? കേൾക്കാനുള്ള എന്ത് വാദമാണ് മുസ്തഫ? അങ്ങനെ പറയല്ലേ. അതുകൊണ്ട് ഞാൻ തികച്ചും കേൾക്കാത്തോണ്ടാണ്. ഇഷ്ടം പോലെ കോടികളുള്ളവരാണ് മദ്യമുതലാളിമാർ. അവർക്ക് 35 ലക്ഷം ഒന്നും ഒരു പണമല്ല. അത് മദ്യം വിറ്റവർ ഉണ്ടായിക്കോളും. ഞാൻ പറയുന്നത് തികച്ചും കേൾക്കാനുള്ള ക്ഷമ താങ്കൾക്ക് എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ച മാത്രമല്ല, പിന്നെ ചെയ്ത കാര്യം എന്താ? കേരളത്തിൽ ഒരു ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ 3 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലാകണം ഏറ്റവും മിനിമം. 3 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ കേരളത്തിൽ ഇപ്പോ നിർമ്മാണ സാമഗ്രികൾക്കുള്ള വില, കേരളത്തിൽ നിർമ്മാണ മേഖലയിലെ കൂലി നിരക്കുകൾ, കേരളത്തിൽ ഈ കെട്ടിട നിർമ്മാണ രംഗത്തെ നിലവിലുള്ള അവസ്ഥ, ഇത് വെച്ച് നോക്കിയാൽ 3 സ്റ്റാർ 25 മുറികൾ മിനിമം 25 മുറികളുള്ള 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ബാർ ഹോട്ടലാകണം ബാറിന് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ. അതിനെന്നിട്ട് ഈ പറഞ്ഞ 3 സ്റ്റാർ പദവി കിട്ടണം. അത് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പാണ് കൊടുക്കേണ്ടത്. മിനിമം ഒരു 8 കോടി മുതൽ 10 കോടി രൂപ വരെ വരണം ഈ ഇങ്ങനെ പറയുന്ന ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ നിബന്ധനകൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും 880. അതുകൊണ്ട് ബാറുകൾ പൂട്ടിപ്പോയോ? കേരളത്തിൽ 880 ഉള്ളൂ. ഇത്തരം കാര്യങ്ങളില്ല.
കേരളത്തിൽ ഇപ്പോൾ അതുകൊണ്ട് 850 ഉള്ളൂ. അതേസമയം ഈ ഞങ്ങളിൽ ഇരട്ടത്താപ്പ് ആരോപിക്കുന്ന വലിയ ഗാന്ധിയന്മാർ ഭരിക്കുന്ന കർണാടകത്തിൽ 5500, ആ ഗാന്ധിയന്മാർ ഭരിക്കുന്ന തെലങ്കാനയിൽ ഈ സംസ്ഥാന വിഭജനത്തിന് ശേഷം ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ജനസംഖ്യ കേരളത്തെ അപേക്ഷിച്ച് എത്ര ഉണ്ടെന്നും കൂടി നോക്കിക്കോ. അവിടെ 2500, ആന്ധ്രയിൽ 4000-ലേറെ. നിങ്ങൾ നോക്ക്, ഇതാ സാഹചര്യം. അവിടെയെല്ലാം ഈ പറഞ്ഞ രീതിയിൽ വളരെ ഉദാരമായി കൊടുത്തിട്ട് ഈ ഗാന്ധിയന്മാർ ഭരിക്കുക. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറയുന്നത് ഏതെല്ലാം വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെടാതല്ലാത്തത്. ശബരിമല പറഞ്ഞു. രമേശ് ചെന്നിത്തലയല്ലേ സുപ്രീം കോടതി വിധി ആദ്യം സ്വാഗതം ചെയ്തത്, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്? ആ പിന്നെയല്ലേ മാറ്റിയത് നിലപാട്? അനൂപേ, ആർക്കാ ഇരട്ടത്താപ്പ്? നിങ്ങൾ ഓരോ വിഷയത്തിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. അങ്ങനെ നിങ്ങളല്ലേ ഇരട്ടത്താപ്പിന്റെ ആശാന്മാർ? കോൺഗ്രസിനല്ലേ ആ നിലപാടുള്ളത്? നിങ്ങളുടെ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസായം ഏതായിരുന്നു? മദ്യവ്യവസായമല്ലേ? ബാർ ഉടമയല്ലേ അടൂർ പ്രകാശ്? ഇന്ന് വരെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടോ? ഒരു ബാർ ഉടമയെ പിടിച്ചിട്ട് UDF-ന്റെയും കോൺഗ്രസിന്റെയും കൺവീനറും ഇരുത്തിയിട്ട് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ വരികയാണോ? നിങ്ങളുടെ വൈകിട്ട് ഈ പറഞ്ഞ 25 മുറിയാണെന്നൊക്കെ പറയുമ്പോൾ വൈകിട്ട് രണ്ടെണ്ണം അടിക്കാൻ മാറി പോകുന്നു. ഇതിന് 25 മുറിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒന്ന് പറ. ശരി, മാത്രമല്ല കെട്ടിട നികുതി കൂട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺക്രീറ്റ് വില കൂടി, മണ്ണിന് കമ്പിക്ക് മണലിന് വില കൂടി, അതുകൊണ്ട് ബാറ് കുറയും എന്നൊക്കെയുള്ള വാദം ഞാൻ ആദ്യമായിട്ട് കേൾക്കാം മുസ്തഫ. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അത് മനസ്സിലാക്കി എടുക്കുന്നതിന് എന്റെ പോരായ്മയാണെന്ന് അറിഞ്ഞുകൂടാ. VRNB കേസ് കുറഞ്ഞ കണക്കുണ്ടെന്നും ആരും കൊതിക്കണ്ട. കാരണം എന്താണെന്നറിയോ? കേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തട്ടിൽ ഗ്രൗണ്ടിൽ സ്കൂൾ കുട്ടികളെ വരെ വേട്ടയാടി പിടിക്കാനും പരുവത്തിൽ MDMA-യോ അല്ലാത്ത MA-യോ പേരും അറിയാത്ത കെമിക്കൽ ലഹരികളുടെ പൂണ്ടുകളയാട്ടമാണ്. ഗ്രാസ് ലെവലിൽ ആര് വിചാരിച്ചാലും കിട്ടുന്ന മട്ടിൽ അത്രയും സുലഭം. നമ്മളതിൻ്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര നടത്തിയതാണ് നേർക്കുന്നവർ ബോധ്യപ്പെട്ട കാര്യമാണ്. മദ്യം കുറഞ്ഞെങ്കിൽ അതിനേക്കാൾ അതിമാരകമായ ഈ തലച്ചോറിൽ പേയുടെ വൈറസ് നിറയ്ക്കുന്ന ഈ ലഹരികളിലേക്ക് കുട്ടികളടക്കം വീണുകൊണ്ടിരിക്കുകയാണ്. അത് പോട്ടെ. VRNB കർണാടകത്തിലൊരു നിലപാട്, കേരളത്തിലൊരു നിലപാട്. ഇരട്ടത്താപ്പാണോ നിങ്ങൾക്ക്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ലോകത്തെ മദ്യവിമുക്തി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരാരും മിസ് ചെയ്യാൻ പാടില്ലാത്ത, നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നായിരുന്നു കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ബഹുമാന്യനായ മുസ്തഫ സഖാവിൻ്റെ നിർദ്ദേശങ്ങൾ. നമ്മളൊക്കെ നാളിതുവരെ പഠിച്ചു വെച്ചിട്ടുള്ളത്, കരുതിയിട്ടുള്ളത് മദ്യവിമുക്തി, മദ്യവർജനം എന്ന് പറയുന്നത് മദ്യപാനിയെ അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ മദ്യപാനത്തിലേക്ക് എത്താനുള്ള സാമൂഹിക സാഹചര്യം, മാനസികമായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളെ അഭിസംബോധന ചെയ്ത് അവനെ മദ്യവിമുക്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഒരറിവും ചെറുതല്ല. ഇവിടെ മുസ്തഫ സഖാവ് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ മദ്യപാനിയെ അഡ്രസ്സ് ചെയ്യേണ്ട, മദ്യപാനിയെ അഭിസംബോധന ചെയ്യേണ്ട, മദ്യ കച്ചവടക്കാരനെ നമ്മൾ പിടിക്കണം. മദ്യ കച്ചവടക്കാരനെ പിടിച്ച് അവൻ്റെ ഈ പറയുന്ന ഫീസ് കുത്തനെ കൂട്ടി, ഈ പറയുന്ന നിബന്ധനകൾ വർദ്ധിപ്പിച്ച് അവൻ വെറുത്ത് പണ്ടാറമടങ്ങി മദ്യ കച്ചവടം നിർത്തിപ്പോകുന്ന അദ്ദേഹം പറയുന്നത്. അതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഞാൻ എന്തൊക്കെ മദ്യവർജന പരിപാടികളാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയിൽ അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് ഈ മദ്യവ്യാപാരികൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വഴിയാണെങ്കിലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു, എനിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷെ ഇനി അതൊരു വഴിയാണെങ്കിലോ, ഈ പറയുന്ന രീതിയിൽ വല്ലാതെ കൂട്ടി വയ്യ, എനിക്കിനി ഈ പണി വയ്യേ എന്നൊന്ന് ഇട്ടുപോയാലോ കള്ളു കച്ചവടക്കാര്? അതാണ് പറഞ്ഞത്. ഒരറിവും ചെറുതല്ല. അദ്ദേഹത്തിന്റെ ഞാൻ പരിഹാസമല്ല, ഞാൻ പരിഹാസമല്ല. എനിക്ക് അത് കേട്ടപ്പോൾ വിചിത്രമെന്ന് തോന്നി. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോഴേക്കും ഇനി അതൊരു വഴിയാണെങ്കിലോ ചോദിക്കാൻ സത്യമായി പരിഹാസമല്ല. അല്ലല്ല, ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിമുക്തി മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് എന്നും 14 ജില്ലകളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ വിമുക്തി മിഷനുകളുടെ കീഴിൽ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററുകൾ ഉൾപ്പെടെ സൗജന്യമായി കാരണം സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററുകളിൽ വലിയ തുക ഫീസ് നൽകേണ്ടി വരുന്നുണ്ട്. എന്നാൽ സൗജന്യമായിട്ട് നൽകാൻ കഴിയുന്ന വിധത്തിൽ സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പിന് കീഴിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ 14 ജില്ലകളിൽ കൗൺസിലർമാരെ നല്ല യോഗ്യതയുള്ള അവർക്ക് ഇങ്ങനെയെല്ലാം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നേരിട്ട് സ്കൂളുകളെയും ക്യാമ്പസുകളെയും ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകൾ വളരെ ശക്തമായിട്ടുണ്ടായിട്ടുള്ള മന്ത്രി ഒയാസിസ് കള്ളാമ്പിന് വേണ്ടി വാദിക്കുക, മഴക്കുഴി എണ്ണാൻ പോവുക, ബ്രാൻഡി ഉണ്ടാക്കുക, അത് വിൽക്കുക, ഖജനാവിലേക്ക് കോടികൾ എത്തുക, എന്നിട്ട് മറുവശത്ത് ഡീഡിംഗ് സെന്റർ ഇടുക. അതൊരു പ്രത്യേകത മദ്യവർജനമാണ് സഖാവേ.
അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അനൂപ്. അല്ല, അങ്ങനെ എന്റെ തന്നെയാണ് ഇടപെടുന്നത്. എന്റെ സമയമാണ്. അദ്ദേഹം ഉള്ളതാണ്. കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തകനായ അനൂപിന് അറിയാത്തത് കൊണ്ട് അല്ല ശരി. അത്രേ ഉള്ളൂ. അല്ല ഞാനൊന്ന് വഴങ്ങി എന്ന് വെച്ച് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വഴങ്ങി തരാൻ പറ്റില്ല. പറയാനുള്ളത് പറഞ്ഞങ്ങ് നിർത്തണം. അങ്ങനെ പോലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ വഴങ്ങിയെന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പുതിയ വല്ല പദ്ധതി ഉണ്ടോ, ഇനിഷ്യേറ്റീവ് അങ്ങനത്തെ വല്ലതും ഇന്നോവേറ്റീവായ എന്തെങ്കിലും ആശയം ഉണ്ടോ എന്നുള്ള ഔത്സുക്യം കൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നേ, ഇവിടെ ഈ പറയുന്ന ഇത്ര കുത്തനെ ഫീസ് കൂട്ടിയിട്ട് എന്തുകൊണ്ട് തുടരുന്നു എന്നതിൻ്റെ ഉത്തരം കഴിഞ്ഞ ഭാഗത്ത് ബഹുമാന്യനായ CR പറഞ്ഞു. ഇവിടെ ബീവറേജസിൽ നിന്ന് വരുന്നത് കൂടാതെ തന്നെ അത്ര അനധികൃതമായ മദ്യവ്യാപാരം നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഇതാണ് ഇവരുടെ ലാഭത്തിന് പ്രധാനപ്പെട്ട വിഹിതം എന്ന് പറയുന്നത്. സർക്കാർ സമ്പൂർണ്ണമായി പരാജയമല്ലേ ഈ പറയുന്ന സർക്കാർ സംവിധാനം? എവിടെയാണ് കേരളത്തിലെ ഈ മയക്കുമരുന്ന് ഉപഭോഗം എന്ന് പറയുന്നത്? മദ്യത്തിനെ കുറിച്ച് നമുക്ക് പറയാം, അനധികൃതമായിട്ടാണെങ്കിൽ ഇവിടെ വ്യാപാരം നടക്കുന്ന ബാറുകളുണ്ട്. ഈ മയക്കുമരുന്ന് കേരളത്തിൽ എവിടെ വരുന്നു? അതിൻ്റെ ഈ കേന്ദ്രങ്ങൾ ഇപ്പോഴും സമ്പൂർണ്ണമായി കണ്ടെത്തുന്ന നാട്ടുമ്പുറങ്ങൾ പോലും സുലഭമാകുമ്പോൾ ഇവരുടെ ഈ ലഹരി വിരുദ്ധ നയം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണെന്നേ. അത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ സർക്കാരിനെ സംബന്ധിച്ച് വിശ്വാസമായാലും ലഹരിയായാലും സ്ത്രീനീതിയുടെ കാര്യത്തിലായാലും ഇരട്ടത്താപ്പാണ്. പറച്ചിലൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. അദ്ദേഹം ശബരിമലയുടെ കാര്യം എടുത്ത് എനിക്ക് മറുപടി പറഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞത്? ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ പിന്തിരിപ്പന്മാർ, ഞങ്ങളിതാ സ്ത്രീകളെ കൊണ്ടുവരുന്നു. ഇപ്പോൾ സ്ത്രീകളില്ലല്ലോ ശബരിമലയിൽ. ഞങ്ങളുടെ നിലപാട് തന്നെയാണെന്ന് നിങ്ങൾക്കും. എന്നിട്ട് ഒരു കൂട്ടം ആളുകളെ പിന്തിരിപ്പന്മാരായി പറയുന്നു. അതേസമയം ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാനായ ആള് രാഹുൽ ഈശ്വറിനോട് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, സമരം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നത്. ഇതിനകത്ത് ഹിപ്പോക്രസി, കാപട്യമാണ്. നവോത്ഥാന മതിലിന്റെ ആത്മാവ് ഗതികിട്ടാ അറിയുന്നുണ്ട്. പോട്ടെ, അത് വിട്ടേക്ക്. CR നീലകണ്ഠൻ ഇവിടെ എറണാകുളത്ത് ഒരു ഫ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ LDFന്റെ മേഖലാ ജാഥകളുണ്ടല്ലോ, അതിലൊരു ജാഥയിലെ ജോസ് കെ മാണി നയിക്കുന്ന യാത്രയിലെ സ്ഥിരാംഗമാണ്. പേരും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരും. ഒരുപാട് ബാറുകളുടെ ഉടമസ്ഥനാണ്. സ്ഥിരാംഗമാണ്, ഈ ജാഥയുടെ സ്ഥിരാംഗമാണ്. അപ്പോൾ അവരുടെ ഘടകകക്ഷിയുടെ ജാഥയിലെ സ്ഥിരാംഗമായ പ്രധാന ആളിനെ വരെ ഈ പറയുന്ന ബാർ ലൈസൻസ് കൂട്ടി പരമാവധി ദ്രോഹിക്കുക എന്ന നല്ല മനസ്സ് കാണാതിരിക്കണോ CR? അല്ല, എനിക്ക് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ മുസ്തഫ സഖാവിനെ പോലെ ഒരാളെ കളിയാക്കാനൊന്നും എനിക്കിഷ്ടമല്ല. കാരണം അദ്ദേഹത്തിന് എനിക്ക് വലിയ ബഹുമാനം. പക്ഷേ പ്രശ്നം അതല്ല. ഏതെങ്കിലും ഒരു ബാറുകാരൻ ഇത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് പൂട്ടിപ്പോയിട്ടുണ്ടോ? ജനങ്ങളുടെ സമരം കൊണ്ട് പോലും, എനിക്കറിയാം പല സ്ഥലത്തും സമരം, ആ സമരം കൊണ്ട് പോലും ഒരു ബാറും പൂട്ടിയിട്ടില്ല. നഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എങ്ങനെ കാശുണ്ടാക്കണേ? ജനങ്ങളിൽ നിന്ന് കൂടുതൽ പിഴിഞ്ഞ് കാശുണ്ടാക്കും. കാശ് കൂടി എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും മദ്യം മേടിക്കാതിരുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. നികുതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് മദ്യ ഉപഭോഗം അല്ലെങ്കിൽ ചെലവ് കൂട്ടിയിട്ട് മദ്യ ഉപഭോഗം കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ പോകുന്നത് എന്താ? ഒന്നുകിൽ വ്യാജമദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന്, അതുപോലെയുള്ള സംഗതികളിലേക്ക് ആൾ പോകും. ഇത് തടയാതെ ഇവിടെ നമ്മൾ മദ്യവർജനെന്നോ ലഹരി വിരുദ്ധ ക്യാമ്പയിനോ ഈ നടത്തുന്നതിന് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മുസ്തഫ സഖാവ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയുടെ കൂടെ ഇരുന്ന ഒരാളല്ലേ, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു ബാറിൽ പോയിട്ട് ബിവറേജസ് അല്ലാത്ത മദ്യം കണ്ടെത്താൻ കഴിയുമോ? ഞാൻ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എനിക്ക് എക്സൈസിൽ സുഹൃത്തുക്കളുണ്ട്, അവർക്കറിയാം, എക്സൈസുകാർക്കറിയാം എത്ര കുപ്പി വ്യാജൻ വന്നിട്ടുണ്ട്, എത്ര കുപ്പി ഉണ്ടെന്ന്. പിന്നെ മറ്റ് സംഗതികൾ ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് സർക്കാരിന് വരുമാനമാണ്, ശരിയാന്നേ. സർക്കാരിന് ജനങ്ങളെ കുടിപ്പിച്ചിട്ടായാലും വരുമാനം കിട്ടിയാൽ മതി. സർക്കാരിന് മറ്റ് ദൂർത്തോ അവരുടെ ശമ്പളം കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ PR ക്യാമ്പയിൻ ആയാലും ആഗോള അയ്യപ്പ സംഘമായാലും കാശൊക്കെ വേണം, സ്പോൺസർ വേണം. അതിപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സ്പോൺസർ ആണെങ്കിൽ നന്നാവും. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം അല്ലല്ല, ഈ കള്ളു കുടിച്ച് ജീവിതം തൊലഞ്ഞ് വഴിയാധാരമായി പോയ മനുഷ്യന്മാർക്കുള്ള ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാനും പൈസ വേണ്ടേ? വേണം. അല്ല, അതിനും വേണം. അത് ഈ വിറ്റ് കാശിൽ നിന്ന് കുറച്ച് കൊടുക്കാന്നേ. അതിപ്പോൾ സാധാരണ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് കൊണ്ടുപോയി ദൈവത്തിനോ അല്ലെങ്കിൽ നന്മയ്ക്കോ അല്ലെങ്കിൽ കൊടുക്കും. അത് കൊടുക്കണതിന് തെറ്റൊന്നുമില്ല, അത് അവരുടെ വിശ്വാസമാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന വിശ്വാസികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ രൂപത്തിൽ ചിലപ്പോൾ കൊടുത്തു എന്ന് വരാം. പക്ഷെ പ്രശ്നം അതല്ല. കേരളത്തിൽ ഇപ്പോൾ ഇത് മാത്രം നോക്കണ്ട, ബാറൊക്കെ പോട്ടെ, കേരളത്തിലെ ആഘോഷങ്ങൾ, വീടുകളിലെ ആഘോഷങ്ങൾ, കേരളത്തിലെ കൂട്ടായ്മകൾ, എല്ലാത്തിലും മദ്യം കൂടിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു. നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും. അങ്ങനെയുള്ള അർത്ഥത്തിൽ വലിയ തോതിൽ അത് ആഘോഷങ്ങളുടെ പേരിൽ, മറ്റ് പേരുകളിൽ ഒക്കെ. പിന്നെ ഈ മുമ്പ് കരുനാഗപ്പള്ളി ചാലക്കുടിയൊക്കെ ഒരു ഫേമസ് ആയിരുന്നു.
അവിടെ കൂടുതൽ മദ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ ഈ ചാലക്കുടി വരുന്നതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ആതിരപ്പള്ളിക്ക് പോകുന്നവനൊക്കെ കുപ്പി മേടിച്ച് കൊണ്ടുപോകുന്നവനാണ് ഞാൻ നോക്കിയത്. അവർ പറഞ്ഞു അവിടുത്തെ വിൽപ്പനയിൽ വലിയൊരു പങ്കും ആതിരപ്പള്ളിക്ക് കൊണ്ടുപോകണം. നമ്മൾ അല്ലാണ്ട് ചാലക്കുടിക്കുമാർ കുടി എന്നുള്ള പേരിൽ കുടിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞു വന്നതിന് കാര്യം, നമ്മൾ ഈ കാണുന്ന വിൽപ്പനയുടെ കണക്കോ അല്ലെങ്കിൽ ബാറിൻ്റെ ലൈസൻസോ ബാറിൻ്റെ ഈ പറഞ്ഞ മാതിരിയുള്ള കൂട്ടുകയോ ഇതൊന്നുമല്ല ഇതിനുള്ള വഴി. ഇതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായും സർക്കാർ പോസിറ്റീവായി ഇടപെടണം. പക്ഷെ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ സർക്കാരിൻ്റെ വരുമാനം കൂടിയെന്ന് ഹാഷ്മിനെ വായിച്ച നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടല്ലോ. സർക്കാരിൻ്റെ വരുമാനം ഇരട്ടിയാവും. സർക്കാരിൻ്റെ വരുമാനം ഇരട്ടിയാവുന്നത് മദ്യം കുടിച്ചിട്ടായാലും കുഴപ്പമില്ല, കുടിപ്പിച്ചിട്ടായാലും കുഴപ്പമില്ല, ലോട്ടറി വിറ്റിട്ടായാലും കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്തിട്ടായാലും കുഴപ്പമില്ല, കൂടിക്കോട്ടെ. ഞാൻ പറയുന്നത് മയക്കുമരുന്ന് കൂടി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കണം. ഇങ്ങനെ കൊടുത്താൽ കുറച്ചും കൂടി സർക്കാരിന് വരുമാനം കിട്ടും. മയക്കുമരുന്ന് ഒരു റെഗുലറായി ആളുകൾക്ക് ഇന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. അതിന് യാതൊരു കുഴപ്പമില്ല. ശരി, ഇവിടെ കൂട്ടിയത് 2 മണിക്കൂറാണെങ്കിലും വരുന്ന കോടികൾ വല്ലാത്ത കോടികളാണെന്ന് പറയുന്നു. ഇലക്ഷൻ ഡീലാണെന്ന് കൂടി KCBC ആരോപിക്കുന്നുണ്ട്. പരോക്ഷമായി ഫണ്ട് വാങ്ങാനാണ് എന്നാണല്ലോ KCBC പറയുന്നത്. പ്രസാദ് കുരുവിള, ഇവിടെ ഇലക്ഷൻ ഡീൽ എന്നാണ് ആ വാർത്താക്കുറിപ്പിലെ ഒരു ആരോപണം. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉന്നയിക്കാത്ത ആരോപണമാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കിട്ടുന്നവർക്ക് ഉന്നയിക്കാൻ പറ്റാത്ത ആരോപണമാണ്. ഈ അവസാന നിമിഷം കൊണ്ട് ഈ തീരുമാനമുണ്ടായത് ബാർ ഉടമകളിൽ നിന്നും പണം വാങ്ങാനാണ് എന്നതാണോ നിങ്ങളുടെ നേർക്കുന്ന ആരോപണം, ശ്രീ പ്രസാദ് കുരുവിള? അല്ല, അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് അത് പറയാൻ ആവില്ല. പക്ഷെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ അവസാന മുഹൂർത്തത്തിൽ ഓടിച്ചിട്ട് ശരവേഗത്തിൽ മിന്നൽ വേഗതയിൽ ഇത്തരത്തിലൊരു സമയമാറ്റവും ബാറുകൾ കൂടുതൽ അനുവദിക്കുന്നതും അങ്ങനെ ഒരു കണ്ടാൽ അത് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റു പറയാനാവില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം മദ്യശാലകൾ, കേരള സംസ്ഥാനത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം മദ്യശാലകൾ ഉണ്ടായത്. എത്രയോ വാഹനാപകടങ്ങൾ, അപ്പൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അപ്പൻ മകനെ വെട്ടിക്കൊല്ലുന്നു, മകനെ ഓടിച്ചിട്ട് വെട്ടുന്നു. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ വെട്ടുകത്തിക്ക് വെട്ടി കൊലപ്പെടുത്തിയില്ലേ? അപ്പം ഞാൻ പറയും ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ ഏറെ നടക്കുകയാണ്. അപ്പം അത് കണ്ടില്ല എന്നടിക്കാൻ നമുക്കാവില്ല. മദ്യത്തിൻ്റെ ലഭ്യത കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമായതെന്നാണ് ഇവരെല്ലാം പ്രചരിപ്പിച്ചത്. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ നിശ്ചയമായിട്ടും മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല. അതെല്ലാം ഈ ഇളം തലമുറയാണ്, നമ്മുടെ യുവതലമുറയാണ്. ഇപ്പം 1410 സ്കൂളുകൾ ഹോട്ട്സ്പോട്ടായിട്ടുണ്ടെന്ന് സർക്കാരിൻ്റെ തന്നെ കണക്കുണ്ട്. അപ്പം മയക്കുമരുന്നും വ്യാപകമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പം മദ്യവും മയക്കുമരുന്നും കൂടെ ഉള്ള ഒരു ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇന്നും പിടിച്ച MDMA, ഇന്നലെ പിടിച്ച MDMA, മിനിഞ്ഞാന്ന് പിടിച്ച MDMA, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടത്തോടെ പിടിക്കുക, ഇപ്പോഴും പിടിക്കുക. വന്നതിന്റെ എത്ര കുണിശം, എത്ര ശതമാനം കുറവാണ് പിടിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാണ്. ഞങ്ങൾക്ക് എത്താം. ഞങ്ങൾക്ക് എത്താൻ സമയമുണ്ടോന്ന് അറിയില്ല. ശ്രീ മുസ്തഫ, ഇവിടെ ബാർ ലൈസൻസിന്റെ ഫീസ് കൂട്ടി ഞങ്ങൾ ബാറുടമകളെ ദ്രോഹിക്കുന്നു, അല്ല കെട്ടിട സാമഗ്രികളുടെ ഫീസ് കൂട്ടി, അല്ല കെട്ടിട നികുതി കൂട്ടി ഞങ്ങൾ ബാറുടമകളെ ദ്രോഹിക്കുന്നു എന്നൊക്കെ വാദമൊക്കെ വിമുക്തിക്ക് ബദലായി പറയല്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞെന്താ, ശ്രീ CR-നെ പോലുള്ള ഒരാളൊക്കെ പറയുകയാണ് ഇവിടെ ലഹരിക്കും കൂടി നിങ്ങൾ ഇനി ഔദ്യോഗിക പരിവേഷം കൊടുത്താൽ മതി. കേരള പോലീസ് ചെന്നിട്ടല്ലേ CR ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെയുള്ള ഈ നർക്കോട്ടിക്സിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ, അതിന്റെ മടയിൽ നിന്ന് ആളുകളെ പിടിച്ചത്. വിദേശ പൗരന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് ഇത് നടത്തുന്നിടത്തുനിന്ന് പോയിട്ട് പിടിച്ചില്ലേ? എത്ര വലിയ ആളുകളെ. എവിടെയാണ് ഇറങ്ങുന്നത്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനം ഗുജറാത്തല്ലേ? അവിടെയല്ലേ 6000 കോടി, 12000 കോടി, 33,000 കോടിയുടെ ഒക്കെ നാർക്കോട്ടിക്സ് ഇറങ്ങുന്നത്? അവിടെ നിന്നല്ലേ വരുന്നത്? കേരളം മാത്രം എന്തോ ഒരു പ്രത്യേക തുരുത്തായിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ബാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെ ഇത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്നത് ത്രൂ ബാംഗ്ലൂരാണ്. അവിടെ തടയണ്ടേ? അവിടെ പോലീസില്ലേ? അവിടെ എക്സൈസ് ഇല്ലേ? അതെല്ലാം കടന്നിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? അവിടെ നിന്നല്ലേ കൊണ്ടുവരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാട്ടിലല്ലേ ഇത് വലിയ തുറമുഖത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഗുജറാത്ത് തുറമുഖങ്ങളിലല്ലേ? അവിടെയല്ലേ 1 2 ആയിരത്തിൻ്റെതല്ല 10,000 കണക്കിന് കോടി രൂപയുടെ സാധനം വന്നിറങ്ങുന്നത്? എന്തേ അവിടെയൊന്നും പിടികൂടാത്തത്?
അവിടെ നിന്നൊക്കെയല്ലേ ഇത് പരക്കുന്നത്. ഇത് കേരളം മാത്രം എന്തോ ഇതിനെല്ലാം പച്ചപ്പരവാദാനി പിരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കക്ഷി രാഷ്ട്രീയ വഴക്കാക്കല്ല, ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം. അതിനുള്ള ക്യാമ്പയിനുകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങിയിട്ട് ഡിസംബർ 31 വരെ നീണ്ടുനിന്ന ക്യാമ്പയിൻ 2 വർഷം തുടർച്ചയായിട്ട് 2022-ലും 2023-ലും എന്തായാലും മദ്യം വേറെ MDMA വേറെ, രണ്ടും അജഗജാന്തരം വിഷയമാണ്. രണ്ടും ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ചെറിയ സമയത്ത് MDMA ചർച്ച ചെയ്യാൻ സമയവുമില്ല. അത് മാരകമായ വിഷയമാണ്. എന്തായാലും നവകേരള സർവേയിൽ നിയമപോരാട്ട സർക്കാർ പോവാണ്. ആ നവകേരളത്തിൽ ഈ പറയുന്ന ആശമാരുടെ ശമ്പള വർധനവിനുള്ള ഫയല്, ഈ പറയുന്ന ഉച്ചക്കഞ്ഞ് വെക്കുന്ന പാവം ജയിച്ചമാരുടെ ശമ്പള വർധന ഫയൽ, ആയമാരുടെ ശമ്പള വർധന ഫയൽ, ആ ഫയലൊക്കെ എവിടെയെവിടെയൊക്കെയോ തട്ടിത്തട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അതിവേഗം ഫയൽ നീക്കി തീരുമാനം സാധ്യമാക്കി കൊടുത്ത സർക്കാരിന് ബാർ ഉടമകൾ പൂവിട്ട് പൂജിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.